الحمد لله رب العالمين. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. അർഹമുറാഹിമായ അല്ലാഹ്, ഞങ്ങളുടെ മജ്‌ലിസ് നീ കബൂലാക്കണം റഹ്മാനെ. ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം സ്വർഗത്തിൽ കടന്ന് നിന്റെ ലിഖാഇനെ കാണാനുള്ള സൗഭാഗ്യം നമുക്ക് എല്ലാവർക്കും നീ നൽകണേ അല്ലാഹ്. മിനിങ്ങളെ, സൂറത്തുൽ വാഖിയയുടെ അവസാന ഭാഗമാണുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അന്ത്യനാളിനെ കുറിച്ചിട്ടും അതേപോലെ നാളെ ആഖിറത്തിൽ വിജയിക്കുന്ന ആളുകളെ കുറിച്ചിട്ടും സ്വർഗവും നരകവും എല്ലാം പറഞ്ഞു വന്നു. എല്ലാം പറഞ്ഞിട്ട് അല്ലാഹു തആല നിങ്ങൾക്കാരാണ് ഭക്ഷണം തരുന്നത്, നിങ്ങൾക്കാരാണ് വെള്ളം തരുന്നത്, അതെല്ലാം ചോദിച്ചിട്ട് അല്ലാഹു തആല പറഞ്ഞു ഫസബ്ബിഹ് ബിസ്മി റബ്ബിക്കൽ അളീം. ഉന്നതമായ നിങ്ങൾക്കുള്ള റബ്ബിന്റെ പേർ കൊണ്ട് എന്താക്കണം? തസ്ബീഹ് ചൊല്ലണം. എപ്പോഴും സുബ്ഹാനല്ലാഹി വബിഹംദിഹി ഇതുപോലെയുള്ള ദിക്ർ തസ്ബീഹ് ചൊല്ലണം. ഇതെല്ലാം പറഞ്ഞിട്ട് അല്ലാഹു തആല ഞങ്ങളോട് സത്യം ചെയ്തുകൊണ്ട് ചില കാര്യങ്ങൾ പറയുകയാണ്. ഫലാ ഉഖ്സിമു ബിമവാഖിഉൻ നുജൂം وإنه لقسم لو تعلمون عظيم إنه لقرآن كريم في كتاب مكنون لا يمسه إلا المطهرون. അല്ലാഹു തആല സത്യം ചെയ്തുകൊണ്ട് അല്ലാഹു തആല പറയുകയാണ് ഫലാ ഉഖ്സിമു ബിമവാഖിഉൻ നുജൂം. നക്ഷത്രങ്ങൾ അസ്തമിക്കുന്ന, നക്ഷത്രങ്ങൾ കോടാനക്കോടിക്കണക്കിന് നക്ഷത്രങ്ങളുണ്ട്. ആ നക്ഷത്രങ്ങൾ അസ്തമിക്കുന്ന സ്ഥാനങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് അല്ലാഹു തആല പറയുന്നു, ഞങ്ങൾക്ക് അല്ലാഹു അല്ലാതെ മറ്റൊരാളെയും സത്യം ചെയ്ത് പറയാൻ പാടില്ല. മനുഷ്യരാകുന്ന നമുക്ക് സത്യം ചെയ്യുകയാണെങ്കിൽ അള്ളാഹുവിനെ മാത്രം. അതേ സമയത്ത് അള്ളാഹു പല സാധനത്തെയും പല വസ്തുക്കളെയും സത്യം ചെയ്തുകൊണ്ട് പറഞ്ഞിട്ടുണ്ട് ളുഹാ സമയത്തിനെ തന്നെയാണ് സത്യം. അതേപോലെ ചന്ദ്ര സൂര്യനെ തന്നെയാണ് സത്യം. ഇങ്ങനെ പലതിനെ പൊടിച്ചിട്ടും സത്യം ചെയ്തിട്ടുണ്ട്. അതേപോലെ അല്ലാഹു തആല ഇവിടെ സത്യം ചെയ്യുകയാണ് ഫലാ ഉഖ്സിമു ബിമവാഖിഉൻ നുജൂം. നക്ഷത്രങ്ങൾ അസ്തമിക്കുന്ന ആ സ്ഥാനങ്ങളെ തന്നെയാണ് സത്യം. പല അർത്ഥങ്ങളും ഉണ്ട്. ഫലാ ഉഖ്സിമു ബിമവാഖിഉൻ നുജൂം എന്നതിലേക്ക് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു ഫലാ ഉഖ്സിമു ബിമവാഖിഉൻ നുജൂം എന്ന് പറഞ്ഞാൽ, അതായത് നക്ഷത്രങ്ങള് കോടാനക്കോടിക്കണക്കിന് ദിവസങ്ങളായിട്ടും കൊല്ലങ്ങളായിട്ടും അതിൻ്റെതായ ആ രേഖയിൽ തന്നെ അത് ചലിക്കുകയാണ്, ഉദിക്കുകയാണ്, അസ്തമിക്കുകയാണ്. ഒരു മാറ്റവും വരുന്നില്ല. ഇന്ന് വരേക്കും ആ അല്ലാഹു തീരുമാനിച്ചതുപോലെ ഇവിടെയുള്ള ചന്ദ്രനും ഇവിടെയുള്ള സൂര്യനും അതേപോലെ കോടാനക്കോടിക്കണക്കിന് നക്ഷത്രങ്ങളൊക്കെ ഒരു മാറ്റം വരാതെ അതിൻ്റെ കൃത്യമായ സമയത്ത് ഉദിക്കുകയാണ്, അസ്തമിക്കുകയാണ്. ആ സൂര്യനെ തന്നെയാണ് സത്യം. അതല്ലെങ്കിൽ മഹാന്മാർ പറഞ്ഞു ഔലി അന്ന ദാലിക വഖ്തു ഖിയാമിൽ മുതഹജ്ജിദീന വൽ മുബ്തഹിരീന ഇലൈഹി തആല. അതാ പാതിരാ സമയത്താണല്ലോ നക്ഷത്രങ്ങൾ അസ്തമിക്കുന്നത്. ആ പാതിരാ സമയത്ത് അല്ലാഹുവിനിക്ക് തഹജ്ജുദ് നിസ്കരിക്കുന്ന, അല്ലാഹു തആലക്ക് വേണ്ടി ധാരാളം ദിക്ർ ചൊല്ലുന്ന ആ സമയത്തിന് തന്നെയാണ് സത്യം. നേരത്തെ പറഞ്ഞത് നക്ഷത്രങ്ങൾ അസ്തമിക്കുന്ന സ്ഥാനങ്ങളെ തന്നെയാണ് സത്യം. ഒരു അർത്ഥം അങ്ങനെയാണെങ്കിൽ ആമീങ്ങൾ പറഞ്ഞു അതാ നക്ഷത്രങ്ങൾ അസ്തമിക്കുന്നത് പാതിരാ സമയമാണ്. ആ സമയത്താണ് അല്ലാഹു തആലയുടെ റഹ്മത്ത് ഇറങ്ങി വരുന്നത്. അല്ലാഹു തആല ആ സമയത്ത് തഹജ്ജുദ് നിസ്കരിക്കുന്ന
ദിക്ർ ചൊല്ലുന്ന ഇബാദത്ത് ചെയ്യുന്നവർക്കാണ് അല്ലാഹു തആലയുടെ പൊരുത്തം. ആ സമയത്തിന് തന്നെയാണ് സത്യം. വഖീല പറയപ്പെട്ടു അന്നുജൂം നക്ഷത്രം എന്ന് പറഞ്ഞാൽ നുജൂമുൽ ഖുർആൻ, മഹത്തായ ഖുർആനെ തന്നെയാണ് സത്യം. മറ്റും ഇമാമിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിനെ പോലെയുള്ള പല മഹാന്മാർ പല വ്യാഖ്യാനങ്ങളും പറഞ്ഞിട്ടുണ്ട്. വഖീല പറയപ്പെട്ടു അന്നുജൂം, ആരാണ് ഈ നക്ഷത്രങ്ങൾ? ഈ മഹത്തായ വലിയ വലിയ നക്ഷത്രങ്ങൾ ആരാണ്? അസ്വഹാബത്തു, അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബികളാണ്. ആ സ്വഹാബികൾ തന്നെയാണ് സത്യം. വൽ ഉലമാഉൽ ഹാദൂന ബഅദഹും, ആ സ്വഹാബാക്കൾക്ക് ശേഷമുള്ള അല്ലാഹുവിന്റെ ദീനിലേക്ക് ഹിദായത്തിന്റെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുന്ന ഉലമാക്കളെ തന്നെയാണ് സത്യം. എന്നിട്ട് പറയുന്നു മവാഖിഉഹുൽ ഖുബൂർ, ആ മവാഖി ഏതാണ്? ആ സ്വഹാബത്തിന്റെയും ആ ഉലമാക്കളുടെയും ഖബറുകളെ തന്നെയാണ് സത്യം. അല്ലാഹുവിന്റെ ഉലമാക്കളുടെ അമ്പിയാക്കന്മാരുടെ ഖബറിലേക്ക് ധാരാളം റഹ്മത്ത് ഇറങ്ങി വരും. അതല്ലേ പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞത്. അല്ലാഹുവിന്റെ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ റജബ് 27-ാമത്തെ രാത്രി മസ്ജിദുൽ ഹറാമിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസിലേക്ക് യാത്ര ചെയ്യിപ്പിച്ചു. എങ്ങത്തെ ബൈത്തുൽ മുഖദ്ദസാണ്? അല്ലദീ ബാറക്നാ ഹൗലഹു, ആ ബൈത്തുൽ മുഖദ്ദസിന്റെ ചുറ്റുഭാഗത്ത് ഒരുപാട് അമ്പിയാക്കന്മാരുടെ ഖബർ ശരീഫുകളുണ്ട്, മഹാന്മാരെ ഖബർ ശരീഫുകളുണ്ട്. ആ ഖബർ സിയാറത്ത് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ ആ ബറക്കത്താക്കപ്പെട്ട സ്ഥലത്തേക്ക് അല്ലാഹുവിന്റെ റസൂലെ യാത്ര ചെയ്യിപ്പിച്ചു. അപ്പൊ ഉലമാക്കളുടെ, സ്വഹാബാക്കളുടെ, അമ്പിയാക്കന്മാരുടെ ഖബർ ഷരീഫ് അത് ബറക്കത്തുള്ള സ്ഥലമാണ്. കോടിക്കണക്കിന് അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കുകൾ ഇറങ്ങി വരുന്ന സമയമാണ്. ആ സ്ഥലത്തിനെ തന്നെയാണ് സത്യം. അല്ലാഹു തആല പറയുന്നു വഇന്നഹു ലഖസമുൻ ലൗ തഅലമൂന അളീം, ഈ സത്യത്തെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ ഈ നുജൂമിനെ തന്നെയാണ് സത്യം, ഈ നുജൂമിനെ തന്നെയാണ് സാക്ഷ്യം നിർത്തി അല്ലാഹു പറയുന്നത്. വഇന്നഹു, ഈ പറയപ്പെട്ട സത്യം, ലഖസമുൻ ലൗ തഅലമൂന അളീം, നിങ്ങൾ അറിയുകയാണെങ്കിൽ, നിങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ അത് ഉന്നതമായ ഒരു സത്യമാണ്, അത് മഹത്തായ ഒരു സത്യമാണ്. അതിൽ ഒരുപാട് ചിന്തിക്കുന്നവർക്ക് പാഠമുണ്ട്. എന്നിട്ട് അല്ലാഹു തആല സത്യം ചെയ്തുകൊണ്ട് പറയുന്നു ഇന്നഹു ലഖുർആനും കരീം. ഇതുവരേക്കും പറഞ്ഞ വിഷയം ഈ അന്ത്യനാളിനെ കുറിച്ചിട്ടും അസ്ഹാബുൽ യമീനെ കുറിച്ചിട്ടും മുഖറബീങ്ങളെ കുറിച്ചിട്ടും അസ്ഹാബുൽ ശിമാലിനെ കുറിച്ചിട്ടും ഒരുപാട് നരകം സ്വർഗത്തിനെ കുറിച്ചെല്ലാം പറഞ്ഞല്ലോ. ഇന്നഹു, ഈ പറഞ്ഞത് ലഖുർആനും കരീം, മാന്യമായ ബഹുമാനമാക്കപ്പെട്ട ഖുർആനാണ്. ഖുർആൻ എന്ന് പറഞ്ഞാൽ കോടിക്കണക്കിന് ആളുമാരെ വായിൽ പാരായണം ചെയ്യുന്ന, കോടിക്കണക്കിന് മനുഷ്യരെ വായിൽ അതാ ഓതിക്കൊണ്ടിരിക്കുന്ന ഈ മഹത്തായ ഖുർആനാണിത് പറഞ്ഞത്. കെട്ടുകഥയല്ല, ആരും ഇവിടെ കഥകൾ ഉണ്ടാക്കി പറഞ്ഞതല്ല. ഇത് മുഴുവനും ഇന്നഹു ലഖുർആനും കരീം, ഇത് കോടിക്കണക്കിന് ആളുമാരെ വായിൽ വായിക്കുന്നതും എഴുതപ്പെടുന്ന പരിശുദ്ധമായ ഗ്രന്ഥമാണ് പറഞ്ഞത്. ഇത് നിങ്ങൾക്ക് തള്ളാൻ, ഇതൊരു കള്ളക്കഥയാണെന്ന് പറയാൻ ഒരിക്കലും നിങ്ങളെ കൊണ്ട് സാധ്യമല്ല. ഇന്നഹു ലഖുർആനും കരീം ഫീ കിതാബിൻ മുബീൻ മക്നൂൻ. അല്ലാഹു തആല പറയുന്നു ഭദ്രമായിട്ട് സൂക്ഷിക്കപ്പെട്ട ഒരു ഗ്രന്ഥത്തിൽ ഇത് മുദ്ര വെച്ചതാണ്. ഭദ്രമായി സൂക്ഷിക്കപ്പെട്ട, ഒരിക്കലും ഒരാൾക്കും ഒരു ഹർഫ് പോലും മാറ്റിമറിക്കാൻ സാധിക്കാത്ത ഇന്നാ നഹ്നു നസ്സൽനാ ദിക്റ വ ഇന്നാ ലഹു ലഹഫിളൂൻ. പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞിട്ടുണ്ട് അല്ലാഹുവിന്റെ ഖുർആൻ അത് അല്ലാഹുവിന്റെ ഖുർആനാണ്. ആ ഖുർആൻ സംരക്ഷിക്കുന്നവൻ ഞാനാണ്. ഇവിടെ എല്ലാ ഖുർആനെ ഇവിടെ കത്തിച്ചാലും, എല്ലാ ഖുർആൻ നശിപ്പിച്ചാലും കോടിക്കണക്കിന് മനുഷ്യന്റെ ഹൃദയത്തിൽ മനഃപ്പാഠമുള്ള ഗ്രന്ഥമാണ് പരിശുദ്ധമായ ഖുർആൻ. അത് ഞങ്ങളെ സൂക്ഷിക്കുമെന്ന് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. അത് തന്നെയാണ് പറഞ്ഞത്. ഇത്രയും പറഞ്ഞ നിലക്ക് ഈ അന്ത്യനാളിനെ കുറിച്ചിട്ടും മരണത്തെ കുറിച്ചിട്ടും നിങ്ങൾക്ക് പറഞ്ഞിരുന്നത് ഇന്നഹു ലഖുർആനും കരീം, അത് മാന്യമായ
കോടിക്കണക്കിന് മനുഷ്യന്റെ വായിൽ വായിക്കുന്ന പാരായണം ചെയ്യുന്ന ഗ്രന്ഥമാണിത്. ഫീ കിതാബിൻ മക്നൂൻ, ഭദ്രമായി സൂക്ഷിക്കപ്പെട്ട എഴുതപ്പെട്ട കിതാബാണ് എന്ന് അല്ലാഹു തആല പറയുന്നു. ലാ യമസ്സുഹു ഇല്ലൽ മുത്തഹ്ഹറൂൻ, ഇതിനെ തൊടുന്നവർ ശുദ്ധി ഉള്ളവരാവണം. ശുദ്ധി ഇല്ലാത്തവർക്ക് ഇതിനെ തൊടാൻ പറ്റൂല, ഇതിന്റെ ആശയങ്ങളെ ഉൾക്കൊള്ളാൻ സാധിക്കൂല, ഇതിന്റെ ആശയങ്ങളെ മനസ്സിലാക്കാൻ സാധിക്കൂല എന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്. മുഅ്മിനീങ്ങളെ, ഇല്ലൽ മുത്തഹ്ഹറൂൻ, അത് എന്താണെന്ന് ഇൻഷാ അല്ലാഹ് നാളത്തെ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. അർഹമുർ റഹീമായ അല്ലാഹു നമ്മളെ വെക്കുന്ന ഖബൂൽ ചെയ്യുമാറാകട്ടെ. അല്ലാഹുവേ, ഇതിന്റെ പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ വാഖിയ റമളാനിന്റെ ഷഅബാനിന്റെ അവസാന ദിവസത്തിൽ തുടങ്ങി വെച്ചതാണ്. അല്ലാഹുവേ, ഞങ്ങൾക്ക് പൂർത്തീകരിക്കാനും ഇതിന്റെ ആശയങ്ങളെ ഉൾക്കൊണ്ട് ജീവിക്കാൻ അല്ലാഹുവേ ഞങ്ങൾക്ക് നീ ഭാഗ്യം തരണം. അല്ലാഹ്, ഈ സൂറത്തുൽ വാഖിയ കോടിക്കണക്കിന് അടിമകൾ എല്ലാ സുബഹിക്കും രാത്രിക്കും പാരായണം ചെയ്യുന്നവരുണ്ട്. അല്ലാഹ്, അവരുടെ ബറക്കത്ത് കൊണ്ട്, ആ സൂറത്തുൽ വാഖിയയുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ ഖൽബ് നീ ശുദ്ധിയാക്കണേ റഹ്മാനേ. ആരോടും പകയില്ലാത്ത, ഹസദില്ലാത്ത, വഞ്ചനയില്ലാത്ത, കളവില്ലാത്ത യഥാർത്ഥ സ്വാഫായ കൽബാക്കണം റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളെ രോഗങ്ങളെ ശിഫയാക്കണം റഹ്മാനെ, നീ ശിഫയാക്കണം. അല്ലാഹ്, ഞങ്ങളെ മനസ്സിന്റെ ഉള്ളിൽ 100 പ്രശ്നങ്ങളുണ്ട്, എല്ലാം അറിയുന്ന അല്ലാഹ്, നീ പരിഹാരം നൽകണേ അല്ലാഹ്, നീ അതിലേക്ക് പരിഹാരം നൽകണേ അല്ലാഹ്. ഞങ്ങളെ കടങ്ങളെ നീ തീർക്കണേ അല്ലാഹ്, കടങ്ങളെ നീ തീർക്കണേ അല്ലാഹ്. കടമായിട്ട് ആരെ മുമ്പിലും നിൽക്കാൻ കഴിയാത്തൊരവസ്ഥ ഞങ്ങൾക്കോ കുടുംബത്തിനേക്കോ മുസ്ലിം ഉമ്മത്തിനേക്ക് നീ വരുത്തല്ല അല്ലാഹ്. ഈമാനോടെ തഖ്വയോടെ ജീവിച്ച് അവസാനം മരിക്കുമ്പോൾ ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശറഫാക്കപ്പെട്ട പൂമുഖം കണ്ട് ജുമഅ രാത്രിയോ പകലോ റമളാനിലായി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഷഹാദത്ത് കലിമ ചൊല്ലി മരിക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹ്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈരി ഖൽഖിഹി സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സതി عما يصفون وسلام على المرسلين والحمد لله رب العالمين. إلهي لست للفردوس أهلا ولا أقوى على نار الجحيم، فهب لي توبة واغفر ذنوبي فإنك غافر ذنب العظيم. صلى الله على محمد صلى الله